എന്തായാലും രാവിലെ ഉണ്ടായ ഷെല്ലാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പൂഞ്ചയിൽ നിന്നും ഒക്കെയുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജമ്മുവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഈ ഷെല്ലാക്രമണം തുടരുകയായിരുന്നു. അതിനിടയിൽ ഒരു പ്രതികരണങ്ങളിലേക്ക് കൂടി. रात को शिलिंग हुई है बहुत ज्यादा. देखें यहाँ पे गाड़ियों का नुकसान हुआ है, लोगों के मकान जल गए हैं, दुकानें जल गई हैं, कुछ आदमी मर भी गए हैं. अभी ये तो अभी सवेरे सवेरे पूरा डिक्लेयर नहीं है कितने 10 मरे हैं, 15 मरे हैं, 20 मरे हैं, लेकिन काफी नुकसान हुआ है. तो कितना प्रॉब्लम होता है रात को? प्रॉब्लम की तो बात ही नहीं है कितनी प्रॉब्लम होती है. वो तो उनको पता है जो कि घरों से बाहर है या कि जिनके घर ही नहीं रहे हैं उनसे जाकर पूछे दर्द क्या है. आपको लगता है ये बंद होना चाहिए? हम तो पहले ही से कह रहे थे कि नहीं होना चाहिए, जंग नहीं होना चाहिए. अगर आर पार कर रहे हैं ये, वो वहां से गोला मार रहे हैं, ये यहाँ से गोला मार रहे हैं, तो मर कौन रहा है? गरीब मर रही है, गरीब आवाम. कौन जाएगा रात के जिस टाइम ये इतनी फायरिंग होती है तो उस टाइम कौन जाएगा किसी को बचाने के लिए? हम तो कह रहे हैं कि ये बंद होना चाहिए, ये नहीं फायरिंग नहीं होनी चाहिए. लेकिन दो हुकूमतें आपस में सुपर पावर और वो मरवा रहे हैं गरीबों को. एक साइड में है, दूसरा दूसरी साइड में. एक कह रहा है मैं शेर हूं, दूसरा कह रहा है मैं सवा शेर हूं. तो मर रही है गरीब आवाम. വീണ്ടും രാകേഷിലേക്ക്. അതിനിടെ ഇതാ ക്രിക്കറ്റ് മത്സരങ്ങൾ മാറ്റിയ കാര്യം, പാകിസ്ഥാനിലെ ക്രിക്കറ്റ് മത്സരം മാറ്റി അത് സ്ഥിരീകരിക്കുന്നു PCB തന്നെ. ഒരു സമ്പൂർണ്ണ അടച്ചുപൂട്ടലിലേക്ക് കടക്കുന്നു പാകിസ്ഥാൻ എന്നുള്ള സൂചനകൾ കൂടി വരികയാണോ രാകേഷ്? തിരിച്ചിങ്ങോട്ടുള്ള ആക്രമണങ്ങൾ പകരം കൊടുക്കുകയാണ്. ഇന്നലെയൊക്കെ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത് കഴിഞ്ഞു, നമ്മുടെ സീറോ ടോളറൻസ് പോളിസി കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇനി കറാച്ചിയിൽ, ലാഹോറിൽ, ഇസ്ലാമാബാദിൽ, സിയാൽകോട്ടിലൊക്കെ തിരിച്ച് ചുട്ട മറുപടി കൊടുത്തിട്ടും പഠിക്കാത്ത പാകിസ്ഥാന് അതിലും വലിയ നാണയത്തിൽ മറുപടി കൊടുക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നു എന്നാണോ? അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇന്ത്യയുടെ അടുത്ത നീക്കത്തെ സൂചിപ്പിക്കുന്ന കൂടിയുണ്ടോ? അതേ പറഞ്ഞ അതേ നാണയത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടി നൽകുകയാണ്. കാരണം ഇന്നലെ രാത്രിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രകോപനമുണ്ടായത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, നഗരങ്ങളൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നത് ഇന്നലെ രാത്രിയാണ്. ഏതാണ്ട് 8:30 അത്തരം നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായി. ഡ്രോണുകൾ, ഒപ്പം തന്നെ മിസൈലുകളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അതെല്ലാം തന്നെ നമ്മുടെ സംവിധാനങ്ങൾ തകർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഏതാണ്ട് 10:30 വരെ ഇതേ നില തുടർന്നു. അത് ജമ്മുവിൽ മാത്രമല്ല, ശ്രീനഗറിൽ മാത്രമല്ല, ഇങ്ങ് പാകിസ്ഥാന്റെ അതിർത്തി, പടിഞ്ഞാറൻ അതിർത്തിയിലെ ഗുജറാത്ത് വരെയുള്ള പ്രദേശങ്ങളിൽ, മേഖലകളിൽ ഇത് തുടരുകയും ചെയ്തു. മാത്രവുമല്ല, പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ ഇന്ത്യ തകർത്തു. പ്രത്യേകിച്ച് 4 വിമാനങ്ങൾ, ചൈന നൽകിയിട്ടുള്ള അടക്കം വിമാനങ്ങൾ ഇന്ത്യ തകർക്കുന്ന സാഹചര്യമുണ്ടായി. 2 പൈലറ്റിനെ അവിടെ കസ്റ്റഡിയിലെടുത്തു. പട്ടാൻകോട്ടിലും ഒപ്പം തന്നെ ജയ്സാൽമീറിലും 2 പൈലറ്റുമാർ പിടിയിലായിട്ടുണ്ടെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിൽ ജയ്സാൽമീറിൽ പൈലറ്റ് പിടിയിലായി എന്ന് സ്ഥിരീകരിച്ച വാർത്തയാണ്. മറ്റു കാര്യത്തിൽ പട്ടാൻകോട്ടിലെ അടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം ഇനി വരേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും അത് നിഷേധിക്കുക പാകിസ്ഥാന് എളുപ്പമല്ല. അവരുടെ പതിവ് അതാണെങ്കിൽ പോലും അത് നിഷേധിക്കുക അവർക്ക് എളുപ്പമല്ല. എന്തായാലും അക്കാര്യങ്ങളിലൊന്നും തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തൊരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാക് മാധ്യമങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ രാത്രി വന്ന ഡ്രോണുകളൊന്നും തന്നെ അവർ അയച്ചതല്ല, പാകിസ്ഥാൻ അതിൽ പങ്കില്ല എന്ന വാദം അവർ ആവർത്തിക്കുകയാണ്. പതിവ് രീതി അവർ തുടരുകയും ചെയ്യുന്നു. അതിന് പ്രത്യാക്രമണം എന്ന നിലയിലാണ് 10:30 ഇന്ത്യയുടെ തിരിച്ചടി തുടങ്ങിയത്. സ്വാഭാവികമായും ഈ റാവൽപിണ്ടി ആയാലും സിയാൽകോട്ട് ആയാലും ഈ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് എന്നത് മാത്രവുമല്ല, പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ കൂടിയാണ്. കാരണം ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആണ് ലക്ഷ്യം വെക്കുന്നത്. ഈ പട്ടാൻകോട്ടിലായാലും ജമ്മുവിലായാലും ശ്രീനഗറിലായൊക്കെ തന്നെ സൈനിക കേന്ദ്രങ്ങളാണ് മുഖ്യ ലക്ഷ്യം. ജനവാസ മേഖലകളിലേക്ക് കൂടി അവർ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ സൈനിക കേന്ദ്രങ്ങളായിരിക്കും തീർച്ചയായും ഇന്ത്യ അടിച്ചിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യ ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് എതിരല്ല, പാകിസ്ഥാനിലെ ഭീകരർക്കെതിരെയാണ് ഇന്ത്യയുടെ നീക്കം, പോരാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഇന്ത്യയുടെ നീക്കം ഏതായാലും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ വ്യാപ്തി എത്ര, എവിടെ എന്തൊക്കെ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു സ്ഥിരീകരണമാണ് ഇനി
സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, സേനയുടെ ഭാഗത്തുനിന്ന്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ വരേണ്ടത്. അത് ഇന്ന് രാവിലെ ഏതായാലും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ഈ പറയുന്ന പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ത്യ ആക്രമിച്ച ശേഷമുള്ള കാലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രിയായിരുന്നു അത് ഏറ്റവും രൂക്ഷമായത്. അതിൽ തന്നെ ഒടുവിലത്തെ ഒരു സ്ഥിരീകരണമാണ് നമ്മൾ നൽകിയത്. 45 ഡ്രോണുകൾ ആണ് ഇന്ത്യയിലേക്ക് അയച്ചത്, ഇന്ത്യയെ ലക്ഷ്യമാക്കി പാക് പട്ടാളം പാകിസ്ഥാൻ അയച്ചത്. അപ്പോൾ സ്വാഭാവികമായും അത് വലിയ തോതിൽ ഒരു അളവാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും കടുത്ത പ്രകോപനം ആണ് നടത്തിയിട്ടുള്ളതെന്ന് തന്നെ പറയാം. അപ്പോൾ അതേ നാണയത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകുമ്പോൾ അതെങ്ങനെ പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നതാണ് എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അതേതൊക്കെ എവിടെയൊക്കെ എന്ന കാര്യത്തിലാണ് അറിയാൻ ബാക്കിയുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പാകിസ്ഥാൻ നിന്ന് വരുന്ന അലർട്ടുകൾ ഇന്ത്യ കടുത്ത ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ കരസേനയെ സംബന്ധിച്ചിടത്തോളം പാക് ഇന്ത്യ അതിർത്തിയിൽ BSFന്റെ നീക്കങ്ങളൊക്കെ ഏത് തരത്തിലാണ്? ഈ നുഴഞ്ഞുകയറ്റം ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയാൻ BSF വിജയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇപ്പോഴും നുഴഞ്ഞുകയറ്റം തുടരുന്നുണ്ട് എന്നുള്ള കാര്യമുണ്ടോ? അതോ ഈ ഷെല്ലാക്രമണത്തിൽ നിൽക്കുകയാണോ പാകിസ്ഥാന്റെ ആക്രമണ രീതി ഈ മിനിറ്റുകൾ? അതിർത്തി സംഘർഷഭരിതമാണ് അപർണ. കാരണം ഈ പ്രദേശങ്ങളിൽ എല്ലാ കാലത്തും ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലം അതിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ അതിർത്തി സംഘർഷഭരിതമായിരുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് ശേഷം ഈ അതിർത്തിയിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ത്യൻ പോസ്റ്റുകൾ ലക്ഷ്യം വെച്ചിരുന്നെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തീവ്രത കൂടിയത് മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ച് വലിയ തോതിലുള്ള വലിയ ആക്രമണത്തിലേക്ക് നീങ്ങിയത് ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ്. അപ്പോഴാണ് 16 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് പൂഞ്ചിൽ. കാരണം ഇന്ന് രാവിലെ ഉറിയിലും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. സ്വാഭാവികമായും ജനവാസ കേന്ദ്രങ്ങളുള്ള പ്രദേശമാണ്. ഈ പൂഞ്ചായാലും ഉറിയായാലും ഒക്കെ തന്നെ ചെറിയ ടൗൺഷിപ്പുള്ള ഒരു ചെറു പട്ടണം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളാണ്. അവിടെ വലിയ കെട്ടിടങ്ങളുണ്ട്, ജനവാസ മേഖലകളുണ്ട്. ഈ സൈനിക പോസ്റ്റുകളോടൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഈ ആളുകളെയൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് സാധാരണഗതിയിൽ മാറ്റാറുണ്ട്. അത്തരം നീക്കങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പലയിടത്തും നമുക്കറിയാം, ഇപ്പോൾ നാട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായാൽ പോലും ചില ആളുകൾ അവരുടെ വീടുകൾ വിട്ടുപോകാൻ തയ്യാറാകാറില്ല. അത്തരം ആളുകൾ എല്ലായിടത്തും ഉണ്ടാകാം. ഒരുപക്ഷെ അത്തരം ആളുകളാകാം ഇത്തരത്തിൽ പാക് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഏതായാലും ആളുകളെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഭൂരിഭാഗം പേരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അതുമാത്രവുമല്ല, സ്വാഭാവികമായും ഇത്തരത്തിൽ ആരാധനാലയങ്ങളൊക്കെ തന്നെ ആക്രമിക്കുക എന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഗുരുദ്വാരയിൽ പ്രാർത്ഥന അല്ലെങ്കിൽ ചൊല്ലുന്ന ആളെയാണ്, കീർത്തനങ്ങൾ ചൊല്ലുന്ന വ്യക്തിയടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയ ആളുകൾ കൊല്ലപ്പെട്ടു, കച്ചവടക്കാരൻ കൊല്ലപ്പെട്ടു. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും ജനവാസ കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന പതിവുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ പുറത്തു വരുന്ന വാർത്ത അവിടെ വലിയ തോതിൽ ഇന്നലെ രാത്രി മുതൽ മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നു എന്നാണ്. ഇന്ത്യൻ സൈന്യവും അവിടെ ശക്തമായി തിരിച്ചടി നൽകുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ താഴെയും പാകിസ്ഥാൻ മുകളിലുമായി നിൽക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. അവിടെ വലിയ തോതിലുള്ള ആക്രമണം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഉറിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഈ സമയത്ത് ഈ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് പാക് പട്ടാളം പലപ്പോഴും ഇന്ത്യയിലേക്ക് ഭീകരരെ കയറ്റി വിടുന്ന പതിവുള്ളത്. അത് ഒന്ന് മഞ്ഞുകാലത്ത് ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്താറുണ്ട്. രണ്ടാമതായി ഇത്തരത്തിൽ വെടിനിർത്തൽ ലംഘനം നടത്തുമ്പോൾ ഇന്ത്യൻ പോസ്റ്റുകൾ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും സൈന്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ അതിന് തിരിച്ചടി നൽകുന്നതായിരിക്കും. അപ്പോൾ ആ സമയം മുതലെടുത്തുകൊണ്ട് പാക് അധീന കശ്മീരിലുള്ള ഭീകരരെ സൈന്യം ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന പതിവാണുള്ളത്. കാരണം ജമ്മു കശ്മീർ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1200-ലധികം കിലോമീറ്റർ വരും ഇന്ത്യ പാക് അതിർത്തി. ജമ്മു കശ്മീർ മേഖലയിൽ മാത്രം മൊത്തം ഏതാണ്ട് അത് 3300-നടുത്ത് വരും. പക്ഷേ ജമ്മു കശ്മീരിൽ മാത്രം 1200-ലധികം വരും. സ്വാഭാവികമായും പലയിടങ്ങളിലും ഇത്തരത്തിൽ അന്താരാഷ്ട്ര അതിർത്തിയാകട്ടെ അല്ലെങ്കിൽ LOC ആകട്ടെ, ഇവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ നീക്കം, ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുമ്പോൾ പാക് പട്ടാളം
ഭീകരരെ കയറ്റിവിടാറുണ്ട്. അങ്ങനെ കയറ്റിവിടാനുള്ള ശ്രമമാണ് ഇന്നലെ സാംബയിൽ നടന്നത്. അവിടെ ആ നീക്കം ഏതായാലും BSF പരാജയപ്പെടുത്തി, ഭീകരനെ വധിച്ചു എന്ന ഔദ്യോഗികമായി തന്നെ ഈ ഘട്ടത്തിൽ ഇപ്പോൾ BSF അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം ഈ ഘട്ടത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് സേനാ വിഭാഗങ്ങൾ. അത്രേ അതീവ ജാഗ്രതയോടുകൂടി അവർ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഇന്ന് രാവിലെ ഉണ്ടായ കാര്യം. BSF അത്തരമൊരു നീക്കം ഏതായാലും തകർത്തിരിക്കുന്നു, നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.